നമസ്കാരം, ഞാൻ ഡോക്ടർ സൗമ്യ P.Thomas, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. ഉറക്കം ഒരു ശാരീരിക പ്രക്രിയയാണ്. ദിവസം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശരീരത്തിനൊരു വിശ്രമം, അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഒരു റിക്കവറി, ഇതൊക്കെ വഴി ഏകാഗ്രതയും ക്രിയാത്മകതയും പഠനശേഷിയും ഓർമ്മശക്തിയും പ്രതിരോധശക്തിയും ഒക്കെ മെച്ചപ്പെടുത്തുന്നു. ഉറക്കം ഒരു പുനരുജ്ജീവന പ്രക്രിയയാണ്. അടുത്തതായി നമുക്ക് ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ അഥവാ ഉറക്ക സംബന്ധമായ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഏകദേശം 30% ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ കാണുന്നു എന്നാണ് കരുതപ്പെടുന്നത്. 80ഓളം തരത്തിലുള്ള ഇത്തരം രോഗങ്ങളിൽ ചിലത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന രോഗം ഉറക്കക്കുറവ് അഥവാ ഇൻസോംനിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇൻസോംനിയ നമുക്ക് 2 തരത്തിലായിട്ട് തരംതിരിക്കാം. അതിലൊന്നാമത്തേത് മറ്റേതെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമായി വരുന്ന ഉറക്കക്കുറവ്, അതായത് മാനസിക രോഗങ്ങളുടെയോ നാഡീവ്യൂഹ സംബന്ധ രോഗങ്ങളുടെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശാരീരികമായ അസുഖങ്ങളുടെ ഭാഗമായി വരുന്ന ഉറക്കക്കുറവ്, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, അമിതമായ ഒച്ച അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും വരുന്ന ഉറക്കക്കുറവ്. രണ്ടാമതായുള്ള ഉറക്കക്കുറവ് പ്രാഥമികമായി തന്നെയുള്ള ഉറക്കക്കുറവ്, അതിനെ നമ്മൾ പ്രൈമറി ഇൻസോംനിയ എന്ന് പറയും. അത് വേറെ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമല്ല, ഉറക്കക്കുറവ് തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഈ 2 രീതിയിലാണ് സാധാരണ ഇൻസോംനിയ എന്ന അസുഖം നമ്മൾ കാണാറ്. ഉറക്കക്കുറവ് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഉദാഹരണത്തിന്, കിടന്നാൽ ഉറക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കട്ടിലിൽ ഒത്തിരി നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഉറക്കത്തിൽ പല തവണ എണ്ണീച്ചിട്ട് പിന്നീട് ഉറക്കത്തിലേക്ക് പോകാൻ ഒരുപാട് സമയമെടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ എണ്ണീക്കുന്നതിലും വളരെ നേരത്തെ രാവിലെ ഉണരുക, അതല്ലെങ്കിൽ നാലാമത്തെ ഒരു ഉറക്കക്കുറവ് ഉറങ്ങുന്ന ദൈർഘ്യം താരതമ്യേന കുറവല്ലെന്ന് തോന്നിയാലും എണ്ണിക്കുമ്പോൾ നല്ല ഉത്സാഹത്തോടു കൂടി അല്ലെങ്കിൽ ഉന്മേഷത്തോടു കൂടി ഫ്രഷൻഡ് അപ്പായിട്ട് എഴുന്നേറ്റു എന്നുള്ളൊരു തോന്നൽ നമുക്ക് കിട്ടാതിരിക്കുക. ഈ 4 തരത്തിലാണ് സാധാരണ ഉറക്കക്കുറവുള്ള രോഗികൾ നമ്മളുടെ അടുത്ത് വരാറുള്ളത്. രണ്ടാമത്തെ തരത്തിലുള്ള ഉറക്ക ബുദ്ധിമുട്ടുകൾ പാരാസോംനിയാസ് എന്നറിയപ്പെടുന്നു. അതായത് ഉറക്കത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ, ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് വളരെ ഭീതിയോടുകൂടി ചാടി എഴുന്നേൽക്കുക, വളരെ വ്യക്തമായ പേടിയുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കാണുക, മൂത്രവിസർജനം ചെയ്യുക, ഉറക്കത്തിലുണ്ടാകുന്ന പല സ്വഭാവ വ്യതിയാനങ്ങൾ, ഉറക്കത്തിലുണ്ടാകുന്ന ചലനങ്ങൾ, ചിലപ്പം അത് ഉറക്കത്തിൽ നടക്കുകയാവാം, അല്ലെങ്കിൽ പല്ലിറുമയാവാം, ഉറക്കത്തിൽ വർത്തമാനം പറയുക എന്നുള്ളതാകാം. അങ്ങനെ പലതരത്തിലുണ്ടാകുന്ന സ്വഭാവ വ്യതിയാനങ്ങളും ചേർത്ത് പാരാസോംനിയാസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഉറക്ക സംബന്ധ രോഗങ്ങളും നിലവിലുണ്ട്. മൂന്നാമതായി കുറച്ച് ഗൗരവമേറിയ ഒരു തരം ഉറക്ക സംബന്ധ പ്രശ്നം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നറിയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. ഇത് കുറച്ച് അമിതഭാരം അഥവാ അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആൾക്കാരിലാണ് സാധാരണയായി കാണപ്പെടുന്നത്. ഇവർ സാധാരണയായി ഉറക്കത്തിൽ നന്നായി കൂർക്കം വലിക്കുന്നവരാകും. ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഇവരൊരു 10 മുതൽ 20 സെക്കൻഡ് വരെ പെട്ടെന്ന് ശ്വാസം നിലച്ചു പോവുകയും പിന്നെ വളരെയധികം ശബ്ദത്തോടു കൂടി ശ്വാസ പ്രക്രിയ വീണ്ടെടുക്കുകയും ചെയ്യും. ഇങ്ങനെ 10 മുതൽ അല്ലെങ്കിൽ 20 മുതൽ 30 തവണ വരെ ഒരു മണിക്കൂറിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അനന്തരഫലം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഗൗരവമേറിയ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം പോലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാം എന്നുള്ളത് കൊണ്ട് ഇത് കുറച്ച് ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നാർക്കോലെപ്സി എന്ന ഒരു അവസ്ഥയെപ്പറ്റി ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവാം. അനിയന്ത്രിതമായ പകലുറക്കങ്ങൾ. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ഗാഠനിദ്രയിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥ ചിലർക്കെങ്കിലും അനുഭവപ്പെടാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ നല്ല ബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥയും കൂടി ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട്. ഇതും നമ്മളുടെ ഉറക്ക സംബന്ധമായ ഒരു പ്രശ്നമായിട്ടാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ വളരെയേറെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ പറ്റുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്. അടുത്തതായി നമുക്ക് എന്താണ് ഇതിൻ്റെ പരിഹാരത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ എന്ന് നോക്കാം. അതിലൊന്നാമത്തേത് വളരെ ഫലപ്രദമായ ചികിത്സകൾ ഈ പറഞ്ഞ ഓരോ അവസ്ഥകൾക്കും ലഭ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് മിഥ്യാധാരണകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഉറക്കവും ഉറക്ക സംബന്ധമായ അസുഖങ്ങളെന്ന് പറയുന്നത്. അതായത് അഡിക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മയക്കിക്കിടത്തുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഡോക്ടേഴ്സ് ഈ അസുഖങ്ങൾക്ക് വേണ്ടി നൽകുന്നതെന്നുള്ളതാണ് സമൂഹത്തിൽ പൊതുവെ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ. ഉറക്കമില്ലായ്മയുടെ കാരണം എന്താണ്, അതിനനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഒരു മനോരോഗ വിദഗ്ധൻ്റെ സഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ പ്രൈമറി ഇൻസോംനിയ അല്ലെങ്കിൽ പ്രാഥമികമായി തന്നെ ഉറക്കക്കുറവ് ഉള്ള ആൾക്കാർക്ക് സാധാരണയായി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബെൻസോഡൈസപ്പിൻസ് എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പിലുള്ള ഉദാഹരണമായി ലോറാസിപ്പാം, ക്ലോണാസിപ്പാം, ഡയസിപ്പാം, അൽപ്രസോളം അങ്ങനത്തെ കുറച്ച് മരുന്നുകളാണ്. ഈ മരുന്നുകൾ ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ, ഡോക്ടറിൻ്റെ നിരീക്ഷണത്തിലല്ലാതെ അനിയന്ത്രിതമായി തുടരാൻ പാടുള്ളതല്ല. ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും സ്ലീപ്പ് ലോഗ് അഥവാ സ്ലീപ്പ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങളുടെ വിദഗ്ധനെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം എപ്പോഴാണ് നിങ്ങൾ എണീക്കുന്നത്, ഉണരുന്ന സമയം എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് ഉറക്കത്തിൽ പ്രശ്നം വരുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങളെ പറ്റി ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സ്ലീപ്പ് ഡയറി മെയിൻറ്റെയിൻ ചെയ്തത് നല്ലതായിരിക്കും. പറ്റാവുന്നിടത്തോളം ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉറക്കമുണരുകയും ചെയ്യുക. രണ്ടാമതായി, മദ്യം, പുകയില പോലുള്ള ലഹരി വസ്തുക്കൾ പൂർണ്ണമായും, ചായ, കാപ്പി പോലുള്ള ഉത്തേജകങ്ങൾ ഉറക്കത്തിന് മുമ്പും കഴിയുന്നതും ഒഴിവാക്കുക. മൂന്നാമതായി, ഉറക്കത്തിനായി തിരഞ്ഞെടുക്കുന്ന മുറിയിൽ എപ്പോഴും അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കുക. ഉറക്കത്തിനായി ഉപയോഗിക്കുന്ന മുറിയിൽ ബാക്കി ദൈനംദിന പ്രക്രിയകൾ, നമ്മൾ പഠനം അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം, കണക്ക് കൂട്ടൽ ഇവയൊക്കെ ഒഴിവാക്കുക. ഉറക്കം വരാതിരിക്കുമ്പോൾ ഉറക്കത്തെ കാത്ത് ബെഡിൽ കിടക്കാതിരിക്കുക. ഉറക്കം വരുമ്പോൾ മാത്രം ബെഡിൽ പോയി ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇളം ചൂട് വെള്ളത്തിലുള്ള കുളി, ഇളം ചൂട് പാൽ കുടിക്കുന്നത്, ഇതൊക്കെ ഉറക്കം നൽകാൻ നല്ലതായിരിക്കുമെന്ന് പറയപ്പെടുന്നു. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ നൂതന ചികിത്സാ സംവിധാനങ്ങളും ഇന്ന് ഞങ്ങൾക്ക് പുഷ്പഗിരി ആശുപത്രിയിൽ അവൈലബിൾ ആണ് എന്നുള്ള വിവരം കൂടി നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ലെറ്റ് മീ കൺക്ലൂഡ് ഹിയർ. ലെറ്റ്സ് ഓൾ ഹാവ് എ ക്വാളിറ്റി സ്ലീപ്പ്, സൗണ്ട് മൈൻഡ് ആൻഡ് എ ഹാപ്പി വേൾഡ്. താങ്ക് യു.